എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മുട്ട വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ തേങ്ങയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക്, ഒരു 3 കഷ്ണം ഇഞ്ചിയും ഒരു 3 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 4 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പൊടികളുടെ ഈ പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പം ഞാനൊരു 4 മുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങിയെടുത്ത മുട്ട 2 കഷ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ചമ്മന്തി മുട്ടയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി എല്ലാത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചമ്മന്തി വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സമോസ ഷീറ്റാണ്. അപ്പം നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയതോ നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. ആദ്യം ഇതുപോലെ ഒരു സമോസ ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ചമ്മന്തി വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ഈ സൈഡ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരറ്റത്ത് നമുക്ക് മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഈ വശം ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കി 2 സൈഡിലും ഒന്ന് മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുത്ത് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ഉപ്പും കൂടി ചേർത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.